എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മണിച്ചേട്ടൻ്റെ 8ാം ചരമവാർഷിക ദിനമാണ്. പതിവ് പോലെ തന്നെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ കലാഗ്രഹം, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നിർമ്മിച്ച കലാഗ്രഹം എന്ന ഈ ബിൽഡിങ്ങിലാണ് ഇന്നത്തെ ദിവസത്തെ മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും അദ്ദേഹത്തിനെ അടക്കം ചെയ്ത വീടിനോട് ചേർന്നുള്ള സ്മൃതി മണ്ഡപത്തിലും അതുപോലെ തന്നെ അദ്ദേഹം അവസാന നിമിഷം ചെലവഴിച്ച പാടിയിലും ഒക്കെ പോകുന്നുണ്ട്. വീടും അതുപോലെ പാടിയും ഒക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇവിടുത്തെ ഈ ഒരു അനുസ്മരണ സമ്മേളനം കാണിച്ചിട്ട് നിങ്ങളെ വീടിൻ്റെയും അതുപോലെ പാടിയിലെയും കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ അനുസ്മരണ സമ്മേളനവും അതുപോലെ ഒരുപാട് താരങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർ മണിച്ചേട്ടനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. കലാഭവൻ പീറ്ററേട്ടൻ, ചാലക്കുടിയുടെ പ്രിയപ്പെട്ട കലാഭവൻ പീറ്ററേട്ടനെ ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് ക്ഷണിക്കുന്നു. ആദരവ് നൽകാൻ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ വിനയൻ അവർകളെ ക്ഷണിക്കുന്നു. കലാഭവൻ മണി പുരസ്കാരം സമ്മാനം നേടിയ പീറ്ററേട്ടനെ ആശംസകൾ അർപ്പിക്കുന്നു. കലാഭവൻ മണി എന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ, കാരണം എന്നെക്കാട്ടിലും ഇളയതാണ് അദ്ദേഹം, എന്നാലും എല്ലാവരും വിളിക്കുന്നത് പോലെ ഞാനും മണിച്ചേട്ടൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാനാണെങ്കിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച എല്ലാ സിനിമകളുടെ സെറ്റിലും ഭയങ്കര സന്തോഷത്തോടെ പാട്ടുപാടി, അത് അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരെ വിളിച്ചുകൂട്ടി അവർക്കെല്ലാം ഭക്ഷണം കൊടുത്ത് അങ്ങനെ ഒരു ഉത്സവം പോലെയായിരുന്നു എല്ലാ സെറ്റിലും അദ്ദേഹത്തിൻ്റെ ഒപ്പം നമ്മളുണ്ടായിരുന്നത്. മറക്കാനാവാത്ത ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ പുള്ളിമാൻ എന്ന സിനിമയുടെ സെറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ, ഞാൻ കുറച്ച് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ജീവിതത്തിൽ ഗുരുതരമായി രോഗം ബാധിച്ച കുഞ്ഞുങ്ങളുടെ ആഗ്രഹം സാധിക്കുന്ന ഒരു ചടങ്ങ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, അതേപോലുള്ള അസുഖങ്ങൾ വന്ന കുഞ്ഞുങ്ങളുടെ ആഗ്രഹമാണ് ഞാൻ സാധിച്ചുകൊണ്ടിരുന്നത്. അന്ന് 63 കുഞ്ഞുങ്ങൾ എന്നോട് ചോദിച്ചത് സൈക്കിളായിരുന്നു. തൃശ്ശൂർ ദാസ് കോണ്ടിനെൻ്റൽ ഹോട്ടലിൽ വെച്ചിട്ടാണ് ആ ഫംഗ്ഷൻ നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ എന്നും പുള്ളിമാൻ്റെ സെറ്റിലിരിക്കുമ്പോൾ നിറച്ച് ഫോൺ കോൾ വന്ന്, കാരണം പൈസയൊന്നും റെഡി ആയിട്ടില്ല, ഭയങ്കര ടെൻഷൻസാണ്. അപ്പോൾ പുള്ളി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്ത് പറ്റി സീമ, എന്താ ഭയങ്കര ടെൻഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ മണിച്ചേട്ടാ കുറേ പേര് ചോദിച്ചിരിക്കുന്നത് സൈക്കിളാണ്, അവർക്കത് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നറിയില്ല, ഇന്ന ഡേറ്റിലാണ് എൻ്റെ പ്രോഗ്രാം. അപ്പോൾ എന്നടുത്ത് പറഞ്ഞു, ഒരു ടെൻഷനും വേണ്ട, അതൊക്കെ വരും, എവിടുന്നെങ്കിലും ഈശ്വരൻ്റെ കരങ്ങൾ അപ്പം എത്തും, അതിലൊന്നും ഇപ്പോഴേ കിടന്ന് ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആ പ്രോഗ്രാമിന് 43 സൈക്കിൾ എത്തി എന്ന് മാത്രമല്ല, ഒരു നാടൻ പാട്ടിൻ്റെ കലാസംഘം വന്ന് ഈ ഗുരുതരമായി രോഗം ബാധിച്ച കുഞ്ഞുങ്ങളെ അവരുടെ കൂടെ ഇരുന്ന് ആടുകയും പാടുകയും ചെയ്ത് അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം സമ്മാനിച്ചതോടൊപ്പം തന്നെ നമ്മൾ ദൈവം പ്രത്യക്ഷപ്പെടുക എന്ന് കേട്ടിട്ടില്ലേ, അങ്ങനെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ആ ഹാളിൻ്റെ വാതിക്കൽ സാക്ഷാൽ മണിച്ചേട്ടൻ നിൽക്കുന്നു. ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അദ്ദേഹം ഷൂട്ടിങ് നേരത്തെ നിർത്തി വെച്ചിട്ട് ഈ കുഞ്ഞുങ്ങളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ എത്തുകയായിരുന്നു. പ്രിയപ്പെട്ട കലാഭവൻ മണിയുടെ ദീപ്തവും പ്രോജ്വലവുമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദ്യമായി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. കലാഭവൻ മണി ആരാണ് എന്ന് ആരും വിശദീകരിക്കാതെ നമുക്കെല്ലാം അറിയാം. ചില സൂചനകൾ അനുഭവത്തിൽ നിന്ന് ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചു. കഥാപാത്രങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയും സാധാരണ ഒരു സാമൂഹിക പ്രവർത്തകൻ എന്നതിലൂടെയും എല്ലാം സമൂഹ മനസ്സിൽ കലാഭവൻ മണി എന്നും നിറഞ്ഞ് നിൽക്കുകയാണ്. അതേപോലെ തന്നെ കലാഭവൻ മണിയെ എനിക്ക് വളരെ മുമ്പ് തന്നെ അറിയാം. ഞങ്ങളുടെ സംഭാഷണങ്ങൾ കൂടുതലും സംഗീതത്തെക്കുറിച്ചായിരുന്നു. നിങ്ങൾ കാണുന്നത് അധികം ട്രെയിനിലാണ്. മദ്രാസിലേക്ക് പണ്ട് ഷൂട്ടിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഡബിങ്ങിന് വേണ്ടി മണി ട്രെയിനിൽ പോകുന്ന സമയത്ത് ഞാനും ചിലപ്പോൾ മിക്കവാറും കാണും. ഞാൻ പാട്ട് പാടാനായിരിക്കും പോകുന്നത് മദ്രാസിലേക്ക്. എല്ലാവർക്കും നമസ്കാരം.
മണിച്ചേട്ടനെ കൊണ്ട് എല്ലാവരും പറയുന്ന സമയത്തും ഞാനിവിടെ പലരുടെയും മുഖമാണ് നോക്കിയത്. കാരണം മണിച്ചേട്ടനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പലരുടെയും കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ആരാണെന്ന് ചിലപ്പോൾ പലർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പല വേദികളിലും ഞാൻ പോയി പറയാറുണ്ട് ഞാൻ ഇന്ന ആളാണെന്ന്. നാളെ ഞാൻ പറയാതെ നിങ്ങൾക്ക് എന്നെ അറിയാവുന്ന ഒരു സാഹചര്യം വരാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കുന്ന ഒരു കലാകാരനാണ് ഞാൻ. പിന്നെ മണിച്ചേട്ടൻ നമുക്കറിയാം 8 വർഷമായി നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി എന്നൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഓരോ നിമിഷവും ഇപ്പം നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബസ്സിൻ്റെ പുറത്തുണ്ടാവും മണിച്ചേട്ടൻ്റെ ഫോട്ടോ, അല്ലെങ്കിൽ പാട്ടുകളിലൂടെ. അങ്ങനെ നമ്മുടെ ഓർമ്മകളിൽ എന്നും നമ്മുടെ ഓർമ്മകളും ജീവിക്കുന്നതാണ് മണിച്ചേട്ടൻ. എനിക്ക് ഇന്നിവിടെ വരാനുള്ളൊരു സാഹചര്യം എന്ന് വെച്ചാൽ മണിച്ചേട്ടൻ്റെ ജീവിതത്തിൽ മണിച്ചേട്ടൻ നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുമായി എവിടേക്കോ എനിക്കും ബന്ധമുണ്ടെന്ന് നല്ല ഒരു ഉത്തമ ബോധമുണ്ട് എനിക്ക്. കാരണം പലരും തരം താഴ്ത്തിയിട്ടും തള്ളി പറഞ്ഞിട്ടൊക്കെ അവരെ കൊണ്ട് തന്നെ അത് തിരിച്ചു പറഞ്ഞ് അവരെ കൊണ്ട് കൈയെഴുപ്പിക്കാൻ പറ്റിയ ഒരു മജീഷ്യൻ മോഹൻലാലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് എഴുതിയ ഫോട്ടോഗ്രാഫർ മാറ്റി ആർട്ടിസ്റ്റ് എന്ന് എഴുതിയപ്പോൾ എന്നെ വിളിച്ചു ഞാൻ മോഹൻലാലോ എനിക്കും എൻ്റെ നാട്ടിൽ എന്നെ സ്നേഹിക്കുന്ന ഇതുപോലുള്ള ഒരുപാട് നല്ല നാട്ടുകാരുടെ നാട്ടാണ്. എൻ്റെ കണ്ണൂരാണ്, തലശ്ശേരിയാണ്. പക്ഷെ അങ്ങനെ മുതൽ ഇങ്ങോട്ട് എന്തൊക്കെ സ്ട്രഗിൾ വന്നിട്ടും ഞാൻ പിടിവിട്ടിട്ടില്ല. പിന്നെ അറിയാലോ, ഒരു സീരിയലിൽ വന്ന ഒരാൾക്ക് സിനിമയിലേക്ക് കയറാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അങ്ങനെ ആ സ്ട്രഗിളും ഞാൻ കടന്ന് പിന്നെ നമുക്കൊരു അവസരം കിട്ടിയപ്പോൾ എന്തിനാ സീരിയൽ നടനൊക്കെ സിനിമ ചെയ്യേണ്ട ആവശ്യം, അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് ഇതിനേക്കാളും എത്രയോ സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ് മണിച്ചേട്ടനൊക്കെ ഇവിടെ എത്തി. അപ്പൊ നമുക്കൊരു ധൈര്യമാണ് വരാൻ പോകുന്ന തലമുറയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എടുത്ത് പരിശോധിക്കാൻ പറ്റുന്ന ജീവിതത്തെ നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തന്ന ഒരു മഹാനായ മനുഷ്യനായിട്ട് എന്നും മനസ്സിൽ കാണുന്ന വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മണിച്ചേട്ടൻ. നമുക്കൊരു ഊർജ്ജമായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ രാമകൃഷ്ണൻ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ സൗണ്ട് ട്രസ്റ്റൊക്കെ ആയി നിൽക്കുക. കണ്ണൂര് ഇന്നലെ നൈറ്റ് 2 മണിക്ക് ഞാനും എൻ്റെ കൂട്ടുകാരും വണ്ടി എടുത്ത് ഉറങ്ങിയില്ല, ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തി. കാരണം 10:30 മണിയാകുമ്പോൾ ഇവിടെ എത്തണം. ഒട്ടും ഉറങ്ങിയില്ല, മുഖം എന്തോ പോലെ ഉണ്ട്. അപ്പോൾ ഇത് തിരിച്ച് അതേ പോക്ക് ഇപ്പോൾ ഇവിടെ പരിപാടി തിരിച്ച് ഞാൻ കണ്ണൂരേക്ക് പോവുകയാണ്. കാരണം നാളെ ഒരു പരിപാടിയുണ്ട്. എന്തിനിവിടെ വളരെ സന്തോഷമുണ്ട്. പ്രസംഗം ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ നിങ്ങളിങ്ങനെ പറയാൻ നടക്കുള്ള സ്കിറ്റിലൊക്കെ കണ്ട് അടി മേടിക്കുന്ന പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ്. ഞാൻ ആദ്യമായിട്ടാണ് മണിച്ചേട്ടൻ്റെ ഇങ്ങനത്തെ ഈ മനുസ്മൃതിയിൽ പങ്കെടുക്കാൻ വരുന്നത്. ഇന്നലെ ഞാൻ അവിടെ സ്വാക്കിൻ്റെ പരിപാടിക്കുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരു പ്രാവശ്യമാണ് മണിച്ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തെ വെച്ച് ഞാൻ ആലപ്പുഴയിൽ ഞാനൊരു വലിയ ഷോ ചെയ്തിരുന്നു. അദ്ദേഹം എന്നോടൊപ്പം വളരെ നല്ല രീതിയിൽ സഹകരിച്ചു, സഹോദരനില്ല. പിന്നെ ഞാൻ ഒരു മാസത്തോളം ഞങ്ങൾ ഒരു നല്ല ഒരു ബന്ധത്തിന് നമ്മളൊരു പ്രോഗ്രാമിന് UK പോയപ്പോൾ ഞാൻ വിളിച്ചേർന്ന് ദിലീപേട്ടൻ നാഷിക്ക് എല്ലാം കൂടി ഞങ്ങൾ ഒരു വീട്ടിൽ പോയി ഷോയ്ക്ക് പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ കൂടുതൽ അടുത്തറിയാനും അന്ന് മുതൽ സത്യം പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു സഹോദരനോടുള്ള സ്നേഹവും ഒരു റെസ്പെക്റ്റും എനിക്ക് തന്നിരുന്നു. ഞാൻ കൂടുതലൊന്നും അങ്ങനെ കൂടുതൽ മിങ്കിൾ ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ അധികം വന്നിട്ടില്ല. വൈകി സംസാരിക്കുന്നുണ്ടാണോ ഇവിടെ? ഇവിടെയാണോ ചെയ്തത്? അപ്പോൾ മണിച്ചേട്ടനോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. എന്തെങ്കിലും വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ മണിച്ചേട്ടൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലാവരും പ്രസംഗിക്കുന്നുണ്ടായി. തീർച്ചയായിട്ടും ഈ ഇത്രയും പേരുടെ സ്നേഹം പിടിച്ചു പറ്റാനും ഇത്രയും പേരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാനും ദൈവം കൊടുത്ത ഓരോ അടികളാണ്. ഒരിക്കലും മണിച്ചേട്ടനെ പോലെ ഒരാൾക്ക് ആകാൻ സിമ്പിളായിട്ട് ആകാൻ പറ്റില്ല. നമ്മൾക്ക് എത്ര അടി കിട്ടുന്നോ അത്രത്തോളം നമ്മൾ പവർഫുള്ളായിരിക്കും, അത്രത്തോളം തഴമ്പ് നമ്മുടെ ദേഹത്തുണ്ടാകും, നമുക്കൊന്നും വേക്കില്ല. അപ്പം ഓരോ വേദനയ്ക്കും ഇത്ര മൂല്യമുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വമുള്ള ഞാൻ.
ഒരു കലാകാരൻ നാട് വിടുമ്പോൾ ആ നാട് ഉറങ്ങും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ചാലക്കുടി പോകുമ്പോൾ എനിക്ക് തോന്നുന്നു. സത്യം പറയാം, പഴയ ആ എനർജി നമ്മൾ ആ പാലത്ത് കുടിക്കുന്ന പോകുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ഡെവലപ്മെന്റ് ഭയങ്കരമായിട്ട് സത്യം. ഞാൻ ഡെയിലി അടിക്കും, അടിക്കുമ്പോൾ ഡെയിലി എല്ലാവരും അടിയും മേടിക്കും. പ്രോബ്ലം എനിക്ക് വിഷയമില്ല, ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ട്. അതുപോലെ ആമ്പിള്ളേരടിച്ച് കുമ്പ് അടിച്ചിട്ടില്ല, കൊച്ചു പിള്ളേർ വരെ എന്നെ തല്ലിയിട്ടുള്ളൂ. സത്യമാണ്. പക്ഷെ എനിക്ക് എൻ്റെ അഹംഭാവന കേട്ടോ. നമ്മളെന്തിനും അഹങ്കരിക്കുന്നത്? ദൈവം തന്ന കഴിവുകൊണ്ട് നമ്മൾ അഹങ്കരിക്കേണ്ട കാര്യമുണ്ടോ? താല്പര്യം വരുന്നു, തല്ലുന്നു, താല്പര്യം താല്പര്യം മാത്രം കൊണ്ടാവുന്നു. കാശും കൂടെ പോയിട്ടുണ്ടോ? എനിക്ക് രണ്ടെണ്ണം കിട്ടിയത് പറ്റത്തില്ല, നല്ല സുഖം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ പേര് ബൈജു. എൻ്റെ രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഴിയരികിൽ പതിതനായി തിരിച്ചു നിൽക്കുമ്പോൾ അരി കിട്ടിയാൽ ഓടക്കുള്ളിൽ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഇന്നിവിടെ എത്തിച്ചേരുന്നവരുടെ പേര് നോട്ടീസ് ബോർഡുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ എൻ്റെ പേരില്ല. പറഞ്ഞ പോലെ ഞാൻ ഒരു അതിഥിയല്ല, ഞാൻ ഈ ട്രസ്റ്റിൻ്റെ ഭാഗമാണ്. ഈ അനുസ്മരണം തുടങ്ങിയ കാലം തൊട്ട് ഞാനുണ്ട്. ഈ ശില്പത്തിൽ എന്താ പറയുക, ശില്പം ഉദ്ഘാടനത്തിന് എനിക്കും ഭാഗമാവാൻ അല്ലെങ്കിൽ നിയോഗമാവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ രാമകൃഷ്ണനോട് പറഞ്ഞു, ഞാൻ രാമകൃഷ്ണൻ എന്നെ ഒരു ഗസ്റ്റായിട്ട് വിളിക്കണ്ട, ഈ ട്രസ്റ്റിൻ്റെ ഒരു അംഗമായിട്ട് ഏറ്റവും അവസാനം നന്ദി പറയാൻ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും നന്ദി പറയാൻ ഒരു ചടങ്ങായിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ആ നന്ദി പറയൽ അതൊരു ചെറിയ ചടങ്ങല്ല, അത് ഒരുപാട് വിശദീകരിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് എന്തായാലും രാമകൃഷ്ണൻ ചേട്ടൻ തന്നെ അത് ഏറ്റെടുക്കും. എങ്കിലും ഈ 8ാമത് അനുസ്മരണ യോഗത്തിന് പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയ സാംസ്കാരിക കലാരംഗത്തുള്ള എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും, അതേപോലെ മണിച്ചേട്ടൻ്റെ കുടുംബക്കാരായ എല്ലാവർക്കും ഈ ട്രസ്റ്റിൻ്റെ പേരിൽ, കുന്നത്തേരി കുടുംബത്തിൻ്റെ പേരിൽ, എൻ്റെ സ്വന്തം പേരിലും നന്ദി പറയുന്നു. ഈ നന്ദി പറയുന്നത് ഞാൻ പുറത്തുള്ളവനല്ല, അകത്തുള്ളവനാണെന്ന് ഒരിക്കൽ കൂടി എല്ലാവരുടെ മുമ്പിൽ അറിയിക്കാൻ, അത് ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. എനിക്ക് ഗസ്റ്റ് ആവണ്ട, എനിക്ക് വിരുന്നുകാരനാവണ്ട, ഇവിടെ എനിക്ക് വീട്ടുകാരനായാൽ മതി. ഈ സ്ഥാനം എനിക്ക് എന്നും തരണം. താങ്ക് യു. നന്ദി പ്രിയപ്പെട്ട മണികണ്ഠൻ. അദ്ദേഹം അഭിനയിച്ച ഫോട്ടോ പ്രദർശനം ചാലക്കുടിയിലെ ചോല ആർട്ട് ഗാലറിയിൽ നടക്കുന്നുണ്ട്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രദർശനമാണ്. പുറത്തുനിന്ന് വന്നവർക്കും ഇന്നത് കാണാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ഒരു 100 മീറ്റർ കൊണ്ട് നടക്കുമ്പോൾ ഇടത് സൈഡിൽ ചോല ആർട്ട് ഗാലറിയിൽ ആ ചിത്ര പ്രദർശനം നടക്കുന്നുണ്ട്. എല്ലാവരും അത് കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം ഭക്ഷണം കഴിക്കാത്തവർ കയറി കഴിക്കണം എന്നുകൂടി പറയുകയാണ്. എൻ്റെ വ്യക്തിപരമായ പേരിൽ ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട്. നമുക്ക് ഓരോ വർഷം ചെല്ലുമ്പോഴും ആകാംക്ഷയുണ്ടായിരുന്നു, ഈ വർഷം ആളുകൾ ഉണ്ടാവുമോ, ഇട ദിവസമാണ്, പരീക്ഷാ സമയമാണ്. പക്ഷെ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് എൻ്റെ ചേട്ടനെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ ചേട്ടനെ സ്നേഹിക്കുന്ന നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും എൻ്റെ വ്യക്തിപരമായ പേരിൽ വീണ്ടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക: ഭക്ഷണം കഴിക്കുക, ഒപ്പം ചോല ആർട്ട് ഗാലറിയിലെ ചിത്ര പ്രദർശനം നിങ്ങൾ ഓരോരുത്തരും ചെന്ന് കാണണമെന്ന്